നിരന്തരം ഇന്ത്യക്കെതിരെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പത്രമാണ് വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന പത്രം. വാഷിംഗ്ടൺ പോസ്റ്റ് ഇന്ത്യക്കെതിരെ എപ്പോഴെല്ലാം തക്കം കിട്ടുന്നുവോ അപ്പോഴെല്ലാം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഞങ്ങൾ ആക്സസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ മറ്റാരും അറിയാതെ നടത്തിയ കാര്യങ്ങൾ ഞങ്ങൾ ആക്സസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അവരുടെ വാർത്തകൾ പുറത്തു വരാറുള്ളത്. ഹിഡൻബർഗ് പോലെയുള്ള വേറൊരു ഉഡായിപ്പാണ് ഈ വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന പത്രം. അവർ നിലവിൽ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഭാരതം മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണം അട്ടിമറിക്കാനായി അവർക്ക്, അതായത് ആ രാജ്യത്തിലെ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് കൈക്കൂലി കൊടുക്കാനായുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ്. വേറൊരു രാജ്യവുമല്ല, മാൽദീവ്സ് എന്ന് പറയുന്ന കൊച്ചു ദ്വീപ് രാഷ്ട്രമാണ്. നമ്മൾ ഇന്ത്യ മാൽദീവ്സിലെ ഭരണത്തെ അട്ടിമറിക്കാൻ, അതായത് മുഹമ്മദ് മൊയ്സുവിനെ അട്ടിമറിക്കാനായി അവിടെയുള്ള പ്രതിപക്ഷത്തെ സമീപിച്ച് ആ പ്രതിപക്ഷത്തിന് കൈക്കൂലി കൊടുത്ത് ആ ഭരണം അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ് ഈ വാഷിംഗ്ടൺ പോസ്റ്റ് അവർ വാർത്ത അടിച്ചിരിക്കുന്നത്. മാൽദ്വീപ് പ്രതിപക്ഷം ഇന്ത്യയിൽ നിന്ന് $6 മില്യൺ കൈക്കൂലിയായി കൈപ്പറ്റാൻ ചോദിച്ചിരിക്കുന്നത്. ഇത് അവർക്ക് മാത്രമല്ല, 40 എംപിമാർക്കും സൈനികർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ ഭരണം അട്ടിമറിക്കാൻ എല്ലാവർക്കും കൊടുക്കേണ്ട കൈക്കൂലിയാണ് ഇതെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നത്. എന്നാൽ യാതൊരു തരത്തിലുള്ള ആധികാരികതയും ഇല്ലാത്ത ഒരു വാർത്തയാണ് ഈ വാഷിംഗ്ടൺ പോസ്റ്റിൻ്റേത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിലും വലിയ രാജ്യങ്ങളെല്ലാം ഇന്ത്യ പുഷ്പം പോലെ നേരിട്ടിരിക്കുന്നു. മാൽഡീവ്സിനെ നേരിടാൻ ഇന്ത്യക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. മാൽഡീവ്സ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു എതിരാളിയേ അല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത്. ആ മാൽഡീവ്സിലെ ഭരണത്തെ തകർക്കാനായി ഇന്ത്യ അങ്ങോട്ടേക്ക് $6 ലക്ഷം കൈക്കൂലി കൊടുക്കുക എന്ന് പറയുന്നത് അസംഭവ്യമായിട്ടുള്ള അസംബന്ധ എന്നാണ് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പ്രതികരിച്ചിരിക്കുന്നത്. ഈ വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്ന ഈ കാര്യമെന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് പാർട്ടി MDP, മാലിദ്വീപ്സ് ഡെമോക്രാറ്റിക് പാർട്ടി, ഈ പാർട്ടിയുടെ രാഷ്ട്രീയക്കാരാണ് ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത്. ഡെമോക്രാറ്റിക് റിന്യൂവൽ ഇനീഷ്യേറ്റീവ് എന്ന തലക്കെട്ടിലുള്ള ആഭ്യന്തര രേഖയെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നത്. 40 അംഗങ്ങൾക്ക് കൈക്കൂലി കൊടുക്കാമെന്ന് ഇന്ത്യ അറിയിച്ചിരുന്നു അത്രേ. മുയ്സുവിനെതിരായി ഇത്തരമൊരു ഗൂഢാലോചന നടന്നതായി തനിക്ക് യാതൊരുവിധ അറിവുമില്ലെന്ന് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് പറഞ്ഞതായിട്ടും ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ ഒരിക്കലും അത്തരമൊരു നീക്കം നടത്തില്ലെന്നും അത്തരത്തിലൊരു നീക്കത്തെ പിന്തുണയ്ക്കില്ല എന്നും നഷീദ് പറയുന്നുണ്ട്. മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ കയറി ഇടപെടേണ്ടതോ അട്ടിമറിക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യം ഇന്ത്യക്കില്ല എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ്, പച്ചയായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇതിൻ്റെ പിന്നിൽ വേറൊരു പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു കളി ഒളിഞ്ഞിരിക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ ഇതിനെ ബംഗ്ലാദേശുമായി ഒന്ന് തട്ടിച്ചു നോക്കാനായി സാധിക്കും. അതായത് ഇന്ത്യയിൽ എപ്പോഴൊക്കെ ഇന്ത്യ ഉയർന്നു വരുന്നു എന്ന് കാണുന്നുവോ അപ്പോഴെല്ലാം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സാഹിത്യകാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമാധാനകാംക്ഷിക്കോ ഈ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വിളിച്ച് ഒരു നോബൽ സമ്മാനം അങ്ങ് കൊടുക്കും. ശേഷം ഈ നോബൽ സമ്മാനം കിട്ടിയ വ്യക്തി ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര വേദികളിൽ പോയി വിഷം തുപ്പുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യക്ക് അയാളെ തൊടാനും സാധിക്കില്ല. കാരണം നോബൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണല്ലോ. സമാധാനത്തിനുള്ള നോബലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. അത് ബംഗ്ലാദേശിലെ സെയിൻറ്റ് മാർട്ടിൻ ദ്വീപ് ഇവർ പിടിച്ചതാണ്. അരക്കൻ ആർമി പിടിച്ച ഒരു വാർത്തയാണ്. ഈ അരക്കൻ ആർമി സെയിൻറ്റ് മാർട്ടിൻ ദ്വീപ് പിടിച്ചപ്പോൾ പലർക്കും ഉണ്ടായ സംശയം സെയിൻറ്റ് മാർട്ടിൻ ദ്വീപ് അരക്കൻ ആർമി അമേരിക്കയ്ക്ക് കൊടുത്താലോ എന്നുള്ളത്. എന്തായാലും സെയിൻറ്റ് മാർട്ടിൻ ദ്വീപ് അരക്കൻ ആർമി പിടിച്ചപ്പോൾ തന്നെ അമിത്ഷാ ചിറ്റഗോങ് പോർട്ട് ഞങ്ങൾ റിവൈവ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പടക്കപ്പലുകൾ ഇനി അവിടെ ഉണ്ടാകും. പോരാത്തതിന് ഞങ്ങളുടെ വ്യാപാരം, നോർത്ത് ഈസ്റ്റിലുള്ള വ്യാപാരവും അവിടെ നിന്നായിരിക്കും ഇനി നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയോ ചൈനയോ സെയിൻറ്റ് മാർട്ടിൻ അവിടെ പിടിച്ചടക്കാനായി വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അങ്ങോട്ടേക്ക് കയറാനായി സാധിക്കും അവർക്ക് മുൻപേ. അല്ലാതെ നമ്മൾ സെയിൻറ്റ് മാർട്ടിനിൽ പോയി കയറി കഴിഞ്ഞാൽ വേറൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ടു, അട്ടിമറി നടത്തി എന്നൊക്കെ പറഞ്ഞ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അന്താരാഷ്ട്ര കോടതികളും UN അടക്കമുള്ളവരും അന്താരാഷ്ട്ര ലോക രാജ്യങ്ങളുമെല്ലാം ഇന്ത്യയുടെ മെക്കിട്ട് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ചിറ്റഗോങ് പോർട്ട് റിവൈവ് ചെയ്തെടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു രാജ്യത്ത് അട്ടിമറി നടത്താനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നു എന്ന ആദ്യം ഇപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റ് വാർത്ത പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മാലിദ്വീപിൽ ഇന്ത്യ അട്ടിമറി നടത്താനായിട്ട് ശ്രമിച്ചു, പക്ഷേ അത് ചീറ്റിപ്പോയി. ഇനി അടുത്ത ബംഗ്ലാദേശിലാണോ ഇന്ത്യയുടെ അട്ടിമറി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണോ ഈ വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ വാർത്ത എന്ന് സ്വാഭാവികമായിട്ട് പല രാഷ്ട്രീയ നിരീക്ഷകരും സംശയിക്കേണ്ടതുണ്ട്. അതായത് ഇന്ത്യ ഇങ്ങനെ പല രാജ്യങ്ങളിലേക്കും അട്ടിമറി നടത്തുന്ന ഒരു രാജ്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഇന്ത്യക്ക് അത്തരത്തിലുള്ള ഒരു ഇമേജ് കൂടെ തരാൻ
കളയാനുള്ള ഒരു നീക്കമാണോ ഈ വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായിരുന്നാലും വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ ഈ വാർത്ത അർഹിക്കുന്ന അവജ്ഞയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സർക്കാർ തള്ളിക്കളഞ്ഞത്. കാരണം അതിനൊരു മറുപടി പോലും അർഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. മാലദ്വീപിലെ മുൻ പ്രസിഡന്റൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മാലദ്വീപ്സിലെ പ്രസിഡന്റും മാലദ്വീപ്സിലെ മറ്റ് ഭരണാധികാരികളും നമ്മുടെ രാജ്യത്തെ അധിക്ഷേപിച്ചപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി അടക്കം അധിക്ഷേപിച്ചപ്പോഴും ചൈനയോട് കൂറ് കാണിച്ചപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതോടുകൂടി മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ച കാണുകയും ചെയ്തു. ഇതാണ് അവിടെ നടന്നത്. ഈ ഒരു ആംഗിളിൽ ഈ വാർത്ത കൊണ്ടുവന്നതിന്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്ന് പറയുന്നത് മറ്റു പലതുമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.